ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പോയത് ബാംഗ്ലൂർ പാലസിലേക്കാണ്. ഇവിടെ ബാംഗ്ലൂർ 2 പാലസ് ഉണ്ട്. ഒന്ന് ടിപ്പു സുൽത്താൻ സമ്മർ പാലസും ഒന്ന് ബാംഗ്ലൂർ പാലസും. ആദ്യം പോയത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസിലേക്കാണ്. കുറെ ചെടികളും തടി കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം പോലെ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരം. പക്ഷെ ഇപ്പൊ ഇവിടെ ആകെ കൂടെ ഉള്ളത് കുറച്ച് തൂണുകളും പടികളും മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബാംഗ്ലൂർ ലുലു മാളിലേക്കാണ്. അവിടെ നിന്നൊരു ഡോണറ്റും കഴിച്ചു. പിന്നെ പോയതായിരുന്നു ബാംഗ്ലൂർ പാലസിലേക്ക്. അതൊരു അടിപൊളി കൊട്ടാരം തന്നെയായിരുന്നു. ടിപ്പു സുൽത്താന്റെ ആദ്യത്തെ കൊട്ടാരം എന്നാണ് പറഞ്ഞത്. എൻട്രി ഫീസ് 250 രൂപയായിരുന്നു. അകത്ത് വീഡിയോ പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. തിരുവനന്തപുരത്തെ കുതിരമാളയൊക്കെ കണ്ട് എനിക്ക് ടിപ്പു സുൽത്താന്റെ കൊട്ടാരം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ കൾച്ചറാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കൊട്ടാരത്തിലെ കാഴ്ചകളും കണ്ടിറങ്ങിയപ്പോ ഉച്ചയായിരുന്നു. ഒരു ദിവസത്തിന് എന്താ ഇത്ര നീട്ടമെന്നല്ലേ. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ദിവസത്തിന് ഉച്ച വരെ ആയിട്ടുള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അപ്പൊ ശരി, ബൈ ബൈ.